ഇപ്പോൾ അമേരിക്കയിൽ നിന്നും സജിമോൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നു. സജിമോൻ ആന്റണി, വൈറ്റ് ഹൌസിൽ നിർണായകമായ യോഗം ചേർന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ആ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. തീർച്ചയായിട്ടും ഈ യുദ്ധം, ഇറാൻ ഇസ്രായേൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് അമേരിക്കയുടെ ചേർന്നതോടുകൂടി ഓരോ നിമിഷവും ഓരോ ദിശയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനം ഇതിനെ ഫർദർ എസ്കലേറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ്. കാരണം ഇവിടെ അമേരിക്കക്കാര് 5 പോസിബിലിറ്റി ആയിരുന്നു നോക്കിയിരുന്നത്. 5 പോസിബിലിറ്റി അതിന്റെ റിട്ടാലിയേഷൻ ഇറാന്റെ എങ്ങനെ വരുമെന്നുള്ളത്. ഒന്നാമത്തെ പോസിബിലിറ്റി ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. രണ്ടാമത്തെ പോസിബിലിറ്റി ഇറാൻ വിൽ സ്ട്രൈക്ക് അമേരിക്കൻ അസറ്റ്, പ്രത്യേകിച്ച് 40,000 - 47,000 ഇടയ്ക്ക് US സോൾജേഴ്സ് ആണ് ആ ഒരു റീജിയൻ ഉള്ളത്. അപ്പം അതിലേക്കുള്ള ഒരു അറ്റാക്കാണ് രണ്ടാമത് എക്സ്പെക്ട് ചെയ്തിരുന്നത്. മൂന്നാമത്തേത് സൈബർ അറ്റാക്ക് ആയിരുന്നു. നാലാമത്തേത് ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് അമേരിക്ക, അതായിരുന്നു. അഞ്ചാമത്തേത് നമ്മുടെ സ്ട്രേറ്റ് ഹോർമോസിന്റെ ഒരു മിനിറ്റ് ദയവായി തുടരുക. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് ദൃശ്യങ്ങളാണ്, നിർണായകമായ ദൃശ്യങ്ങളാണ്. ഇറാൻ മിസൈൽ വർഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായ ദൃശ്യങ്ങൾ. ഖത്തറിന്റെ സൈനിക താവളം ലക്ഷ്യമിട്ടുകൊണ്ട്, അമേരിക്കൻ സൈനിക താവളം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ പുറപ്പെടുവിച്ച മിസൈലിന്റെ ലോഞ്ചിങ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ന്യൂസ് 18 സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മിസൈലുകളാണ് വലിയ തരത്തിൽ ഇറാനിലെ ഖത്തറിലെ വ്യോമതാവളത്തിന്, അമേരിക്കൻ സൈനിക വ്യോമതാവളത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സജിമോൻ ആന്റണി തുടരുന്നുണ്ട്. തുടരാം സജിമോൻ. അപ്പം ആ 5 കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത് ഇറാൻ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നതാണ് അമേരിക്കൻ അസറ്റ്സിലേക്ക്. എക്സ്പെക്ട് ചെയ്യുന്നത് 2 രീതിയിലായിരുന്നു. ഒരു സിവിയർ അറ്റാക്ക് വന്ന് അമേരിക്കൻ അസറ്റ്സിന് വലിയൊരു നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിൽ വരുമായിരുന്നെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ അതിശക്തമായ ഒരു തിരിച്ചടിയായിരുന്നു ഇറാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഇന്റർനാഷണൽ മീഡിയയും ഇവിടുത്തെ റിപ്പോർട്ടുകളും ഒക്കെ കൂടെ നമ്മളൊന്ന് കൺസൾട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറാൻ പറയുന്നത് അടിക്കരുതേ എന്നെ, ഞാൻ നന്നായിക്കോളാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. കാരണം അവരുടെ ഒരു ലക്ഷ്യം തെറ്റിയുള്ള ഒരു ലിമിറ്റഡ് അറ്റാക്ക് ആയിരുന്നു. 5 മിസൈലുകൾ, സ്മോൾ മിഡ് സൈസ് റേഞ്ചിലുള്ള മിസൈലുകൾ ചെന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരാൾക്ക് ആളപായം ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഓയിൽ പ്രൈസ് 7% ഇന്നത്തെ മാർക്കറ്റ് താഴേക്ക് വരികയാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഡൗ ജോൺസ് മാർക്കറ്റ് 250 പോയിന്റ് മേളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയുടെ അല്ലെ ലോകത്തിന്റെ മൊത്തം ഒരു എക്സ്പെക്ടേഷൻ ഇറാന് ഇതിലും വളരെ സ്ട്രോങ് ആയിട്ട് ആഞ്ഞടിക്കും എന്നുള്ള ഒരു ഇതായിരുന്നു. എന്നാൽ അതിനെ വളരെ ലിമിറ്റഡ് ആയിക്കൊണ്ട് ഇറാൻ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് അമേരിക്കയുമായിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു സന്ദേഹമാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ അതിന്റെ ഒരു സ്ഥിതിഗതി വിലർത്തിയാണ് പറയാൻ കഴിയുന്നത്. എന്നാൽ അതിന്റെ അർത്ഥം ഇനി വരും നിമിഷങ്ങളിൽ അത് മാറുകയില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇപ്പോഴിട്ട ഈ ഒരു 5 ലോങ് റേഞ്ച്, മിഡ് സൈസ്, സ്മോൾ റേഞ്ച് മിസൈലുകൾ ദോഹയിൽ ചെല്ലുകയും അവിടെ വലിയൊരു നാശനഷ്ടങ്ങൾ വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നില്ല. ഒരു ആളപായം എന്നാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് ഈജിപ്ത്, കുവൈത്ത്, ഖത്തർ ഇങ്ങനെയുള്ള അവിടെയുള്ള ഈ 3 രാജ്യങ്ങളുടെ വ്യോമ മേഖല കംപ്ലീറ്റ് അടച്ചു. അതൊരു പ്രിക്കോഷണറി മെഷർ ആയിട്ടാണ് ഇവിടെ നിന്ന് കാണുന്നത്. കാരണം ഇനിയും ഒരു അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മറ്റ് പല ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിലാണ് അത് ഇവിടെ നിന്ന് നമ്മൾ നോക്കി കാണുന്നത്. ഏതായാലും ഇത് ഓരോ നിമിഷവും വളരെ ഉത്കണ്ഠാകുലമായ കാര്യങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൊമെന്റിൽ നമുക്ക് പ്രത്യാശ തരുന്നു ഇത് ഫർദർ എക്സ്കലേറ്റ് ആവത്തില്ല. കാരണം ഇവിടെ നിന്ന് പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന് വലിയൊരു പുഷ് ബാക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അമേരിക്ക ഇതിനകത്ത് ഡയറക്റ്റ് കയറി ഇൻവോൾവ് ആകുന്നത്? കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ തവണ 2024 ഇലക്ഷൻ ജയിച്ചത് ലോക സമാധാനം വേണം, അദ്ദേഹത്തിന് നോബൽ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ടമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം ഈ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് അല്ലെ യൂറോപ്യൻ മേഖലയിൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അമേരിക്കയുടെ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ സോൾജേഴ്സ് ഡയറക്റ്റ് അവിടെ കാല് വെക്കത്തില്ല എന്നുള്ളൊരു പ്ലെഡ്ജിലായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് ഇവിടെ മാഗായുടെ ഒരു ബേസ് തന്നെ ഒരു വലിയൊരു സ്പ്ലിറ്റ് ഇവിടെ കാണുന്നുണ്ടായിരുന്നു. ഒരു വലിയൊരു ശതമാനം നേതാക്കന്മാർ ട്രംപിനെ എഗെയിൻസ്റ്റ് ആയിരുന്നു ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നതിന്. ആകരുത്
ചെയ്യേണ്ടത് എന്നായിരുന്നു. എന്നാൽ ട്രംപ് ഇൻവോൾവ് ആകി. അപ്പൊ അതിന്റെ ഒരു മേജർ ഡിസ്കലേഷൻ അല്ലെങ്കിൽ എസ്കലേഷൻ വന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ലോകമാകമാകാൻ പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസ്, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഇറാന് ന്യൂക്ലിയർ ഇടാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ കാര്യത്തിനകത്ത് എങ്ങനെയാണ് ഇടാൻ പറ്റുന്നതെന്ന് ചിന്തയിലുണ്ടായിരുന്നു. അത് ഇന്ന് തുടങ്ങിയതല്ല. 2000 വർഷങ്ങളിൽ സീനിയർ ബുഷ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തൊട്ട് ഒബാമ കണ്ടിന്യൂ ചെയ്തു, പിന്നെ ബൈഡൻ അത് കണ്ടിന്യൂ ചെയ്തു, അതിനുശേഷം ട്രംപ്, ബൈഡൻ, എഗെയിൻ ട്രംപ്. അപ്പൊ ഇങ്ങനെ മാറി മറിഞ്ഞു വന്ന രണ്ട് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡർഷിപ്പും അമേരിക്കയും ഉൾപ്പെടെയുള്ള സഖ്യരാഷ്ട്രങ്ങൾ ചിന്തിച്ചിരുന്നു എങ്ങനെയാണ് ഇറാന്റെ ഈ ന്യൂക്ലിയർ അത് ഡിസാർമമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഫൈനലി ഒരു ഡിസിഷൻ എടുത്തു ട്രംപ്, നേരെ കയറി അടിക്കുക. നിങ്ങൾക്ക് ഏവർക്ക് അറിയാവുന്ന കണക്ക് തന്നെ B2 ബോംബ് അമേരിക്കയ്ക്ക് മാത്രമുള്ള, അമേരിക്കയ്ക്ക് വളരെ ശക്തമായിട്ട് അവകാശപ്പെടാവുന്ന അല്ലെങ്കിൽ പറയാൻ കഴിയുന്ന, ചങ്കോട്ടത്തോടെ പറയാൻ കഴിയുന്ന, ലോകത്ത് വേറെ ഒരിടത്തും ഇല്ലാത്ത B2 ബോംബ് ബങ്കർ ബസ്റ്റർ ഇട്ടിട്ട് 200 അല്ലെങ്കിൽ 250, 300 അടി താഴെ പോയി ഏകദേശം 5-6 B2 ബോംബേഴ്സുകൾ പോയി 12 ബോംബ് ഇട്ട് ഒരേ സമയത്ത് 2 ദിശയിൽ നിന്നും ആക്രമിച്ച് 125 ഫ്ലൈറ്റിന്റെ അകമ്പടിയോടെ കൂടെ പോയി, 20 ക്രൂയിസ് മിസൈൽ പോയി. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു സിവിയർ അറ്റാക്കിനകത്ത് ഇറാന് തരിച്ചു നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു ചെറിയൊരു ഇന്റർവെൻഷൻ പോലും ഒരിടത്തുനിന്നും ഉണ്ടായില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇൻഡിക്കേഷൻ കാണുന്നത് ഇതാണ്, ഇറാന് ഇത്രയേ ഉള്ളൂ ശേഷി, ഇതിൽ കൂടുതൽ കാര്യമുള്ള ശേഷിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതൂടെ പറയേണ്ടിയിരിക്കുന്നു, ആയത്തുള്ള അൽ ഖമേനി സുപ്രീം ലീഡർ ഇറാന്റെ നല്ലൊരു സ്ട്രോങ് പോസ്റ്റർ എടുത്തു, അമേരിക്ക ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങളെ തുടരുത്. അദ്ദേഹത്തിന് അതല്ലാതെ വേറെ എന്താണ് പറയാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഇറാന് വളരെ മെല്ലെ അമേരിക്കയുടെ മുന്നിൽ യാചിക്കുകയാണ്, എന്നെ ഇനിയും അടിക്കരുത്, ഞാൻ നന്നായിക്കൊള്ളാം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ടാക്കിലേക്കാണ് ഇപ്പൊ ഇത് പോകുന്നത് എന്നാണ് ഈ ഒരു നിമിഷം എനിക്ക് പറയാൻ വന്നത്. എഗെയിൻ ഞാൻ പ്രേക്ഷകരെ വാൺ ചെയ്യുകയാണ്, അടുത്ത 1 മണിക്കൂർ അല്ലെ അരമണിക്കൂർ അല്ലെ അടുത്ത നിമിഷം വേറൊരു രീതിയിലേക്ക് വേറൊരു മിസൈൽ വന്ന് ഏതെങ്കിലും അമേരിക്കൻ പൗരനോ അമേരിക്കൻ അസറ്റിനോ ആ ഒരു റീജിയൻ മാത്രമല്ല എവിടെയെങ്കിലും വരികയാണെങ്കിൽ മുമ്പേ പറഞ്ഞു പോണക്ക് 5 കാര്യങ്ങൾ, ടെററിസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ഡയറക്ട് ത്രെട്ടോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ കടലിടുക്കിന്റെ ക്ലോസ് ചെയ്ത് അവിടെ നിന്നുള്ള ഷിപ്മെന്റ് ക്ലോസ് ചെയ്യുകയോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫർദർ എസ്കലേഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇത് ഒന്നുകൂടെ ഒന്ന് കാം ഡൗൺ ആകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത്. ഡൗ ജോൺസ് മാർക്കറ്റ്, അതുപോലെ തന്നെ ഓയിൽ ഇൻഡസ്ട്രി ചെയ്യുന്നത്, അതുപോലെ തന്നെ വൈറ്റ് ഹൗസിന്റെ ബ്രീഫ് ആണെങ്കിലും വളരെ അഗ്രസീവ് ആയിട്ടുള്ള പോസ്റ്റർ അവർ കാണിക്കണില്ല. അവർ പറയുന്നത് ഇറാന്റെ കാലിടറി ഇനി ഇതിൽ കൂടുതലുള്ള ശക്തി ഇറാന് വരത്തില്ല. എന്നാൽ എഗെയിൻ അവർ ഇൻവെർട്ടർ കോമയിൽ ബ്ലാക്ക് ലിറ്ററിൽ വാൺ ചെയ്യുന്നുണ്ട്, ഇനിയും ഒരു ആക്ഷൻ, ഒരു എക്സ്കലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇറാനെ ഡയറക്റ്റ് കയറി അടിച്ച് തരിപ്പണമാക്കും എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജാണ് ഇവിടുന്ന് പോകുന്നത്. അതായത് ഉടൻ തന്നെ ഒരു തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അതെ, ഡിപ്പെൻസ്. അവർ ഇവിടെ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 5 മിസൈലാണ് വന്ന് പതിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇനീഷ്യൽ റിപ്പോർട്ടിങ്ങിനകത്ത് ഒരാളെ ഉള്ളൂ, മറ്റ് മിസൈലുകളൊക്കെ ടാർഗറ്റ് ഒന്നെങ്കിൽ മിസ്സായി. അപ്പൊ 2 രീതിയിലുണ്ട്, ഒന്നെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് മിസ്സായി, അല്ലെങ്കിൽ അറിയാതെ മിസ്സായി. അപ്പൊ എന്താണെങ്കിലും ഒരു ഫർദർ എസ്കലേഷൻ ഇവിടെ നിന്ന് ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു മെസ്സേജാണ് ഇറാൻ കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അമേരിക്ക വളരെ ശക്തമായിട്ടാണ്, കാരണം അവിടെ കൈ വെച്ചുപോയി, ഹെസിറ്റന്റ് ഉണ്ടായിരുന്നു. നമ്മൾ 2 ആഴ്ചക്കകം ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ നിന്ന് നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെയാണ് കാണുന്നത്, ആ 2 ആഴ്ച എന്നുള്ളത് സമയം കൊടുക്കാനോ അല്ലെ നെഗോഷിയേറ്റ് ചെയ്യാനോ ഉള്ളൊരു വിൻഡോ അല്ലായിരുന്നു. ബേസിക്കലി അമേരിക്കയുടെ മറ്റു യുദ്ധ കപ്പലുകളും ഇറാന്റെ റിയാക്ഷൻ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ റിപ്രക്കേഷൻ അല്ലെ തിരിച്ചടി വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ തടുക്കാൻ പറ്റും, എങ്ങനെ ലോസുകൾ മിനിമത്തിൽ കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയുള്ള കരുതലിന് വേണ്ടിയുള്ള ഒരു ടൈം ബൈയിങ് ആയിരുന്നു ആ ഒരു 2 ആഴ്ച എന്ന് ട്രംപ് ഉദ്ദേശിച്ചത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 ആഴ്ച എന്ന് പറഞ്ഞതിന് ശേഷം 2 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം കയറി സ്ട്രോങ് ആയിട്ട് അടിക്കുകയും ആ ഒരു സമയം കൊണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ ജെറാൾഡ് ഫോർഡ് ഉൾപ്പെടെയുള്ള വിമാന വാഹനങ്ങൾ എല്ലാം അവിടെ ആ ഒരു ഏരിയയിൽ വിന്യസിക്കുകയും അതോടൊപ്പം തായ്വാൻ മേഖലയിൽ നിന്നുള്ള അങ്ങനെ എല്ലായിടത്തു നിന്നുള്ള ഒരു റീഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഏകദേശം 47,000 US സോൾജർ ആയിരുന്നു ആ ഏരിയയിൽ ഉണ്ടായിരുന്നത്. അതിനെയും ഫർദർ എൻഹാൻസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പൊ 50,000-ന് മേളിലുള്ള US സോൾജേഴ്സ് ഡയറക്റ്റ് ആ ഏരിയയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ. 50-നും 60-നും ഇടയ്ക്കുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. അപ്പം ഏത് രീതിയിലും അമേരിക്ക ഇതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രിപ്പയർഡ് ആണ്. ഈ എക്സ്കലേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു മിനിമൽ റിട്ടാലിയേഷൻ ഒക്കെ അമേരിക്ക എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്നാൽ ട്രംപ് ഈ ഒരു അഡ്മിനിസ്ട്രേഷന് മുന്നിൽ, അമേരിക്കയുടെ ഈ ഒരു ശക്തിയുടെ മുന്നിൽ ഇറാന്റെ ഈ ഒരു കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ളത് അറിയാൻ കഴിയും. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു, കഴിഞ്ഞ ദിവസം ബോംബ് ചെയ്ത ചില ഏരിയകളിൽ ഇന്നൊരു റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചില മിസൈലുകൾ വരികയുണ്ടായി. കാരണം ഈ ഒരു പ്രത്യേകിച്ച് ഫോഡോ അറ്റോമിക് ആ ഒരു റിസർച്ച് ഏരിയയിലുള്ള
അത് 300 അടി താഴെയാണ് എങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ടാലും എന്തുമാത്രം അതിന്റെ ഇഫക്ടിവിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പല രീതിയിലും വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. മിലിറ്ററിയുടെ ഇന്റലിജൻസ് ഒന്ന് പറയുന്നു, അമേരിക്കൻ ഗവൺമെന്റ് വേറൊരു ഇത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി വേറൊരു ഇതിൽ പറയുന്നുണ്ട്. നാശനഷ്ടം ഉണ്ടായി എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്നാൽ അതിന്റെ പെർസെന്റേജ് എന്തുമാത്രമാണ്? 60% ഇഫക്റ്റീവ് ആയിരുന്നോ, 80% ഇഫക്റ്റീവ് ആയിരുന്നോ, 100% ഇഫക്റ്റീവ് ആയിരുന്നു? എത്ര വർഷത്തേക്കാണ് ഇറാന്റെ ഈ ഒരു എൻറിച്ച്മെന്റ് പ്രോഗ്രാം പുറകേക്ക് വലിക്കാൻ പറ്റിയത്? 5 വർഷമാണോ, 10 വർഷമാണോ, 20 വർഷമാണോ? അപ്പൊ അതിന്റെയൊക്കെ ഒരു റീ അസസ്മെന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ വന്നു കഴിഞ്ഞതിന് ശേഷം സ്ട്രാറ്റജി അവർ റിവൈസ് ചെയ്യും. ഏതായാലും ഒരു ഉറപ്പാണ്, നമ്മൾ മീഡിയയോട് പറഞ്ഞിട്ട് ഇവർ ഏതായാലും ചെയ്യത്തില്ല, അവർ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. പലപ്പോഴും നമ്മൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരുന്നത്. അദ്ദേഹം പല കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സിലൊക്കെ കയറി ട്വീറ്റ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സബ്ജക്റ്റിനകത്ത് അദ്ദേഹം വളരെ കൺട്രോൾ ആയിരുന്നു, ഒന്നും വിട്ടു പറഞ്ഞില്ല, ഇൻഡിക്കേഷൻ ഒന്നും കൊടുത്തില്ല എന്നുള്ള കാര്യം കൂടെ ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശരി, വളരെയധികം നന്ദി സജിമോൻ ഞങ്ങളോട് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചതിന്. എന്തായാലും ഖത്തറിന് പിന്നാലെ ഇപ്പോൾ വ്യോമപാത അടച്ച് വിവിധ ഗൾഫ് രാജ്യങ്ങളിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ബഹ്റൈൻ, UAE, കുവൈറ്റ്, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ് വ്യോമപാത അടച്ചത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യോമപാത അടച്ചത്. സംഭവത്തിൽ